ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മീരാസ് ക്രിയേറ്റീവ്. ഇന്ന് നമ്മൾ ഒരു ലെഫ്റ്റ് ഓവർ റൈസിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത്. അതിനായിട്ടൊരു പാനിലേക്ക് 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു പകുതി സവോള ചെറുതാക്കി ചോപ്പ് ചെയ്തതും ഒരു പച്ചമുളക് ചെറുതാക്കി ചോപ്പ് ചെയ്തതും അതേപോലെ ഒരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പകുതി തക്കാളി ചെറുതാക്കി ചോപ്പ് ചെയ്തത് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിങ്ങനെ നന്നായി വഴണ്ട് വരുമ്പോൾ ഇതിൻ്റെ നടുക്കായിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പ്രത്യേകം എണ്ണയൊന്നും ഇനി ഒഴിച്ചു കൊടുക്കണ്ട. നമ്മൾ സൈഡിലേക്ക് മാറ്റി വെക്കുമ്പോൾ എണ്ണ ഇതിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ അങ്ങനെ അതിൻ്റെ നടുക്കായിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഒരു പിഞ്ച് ഉപ്പ് കൂടി ഒരു പിഞ്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. അതിന് ശേഷം നമ്മൾ ചിക്കൻ സ്റ്റോക്കിന് ഒരു പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉപ്പ് അധികം ഇട്ട് കൊടുക്കാതിരിക്കുക. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഞാനിവിടെ ആവശ്യത്തിനുള്ള പച്ചക്കറി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ക്യാരറ്റും ക്യാപ്സിക്കവുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ കയ്യിൽ ബാക്കി വന്നിട്ടുള്ള റൈസ് ഏതാണെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ബൗൾ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരാൾക്കുള്ള അളവിലാണ് കാണിക്കുന്നത്. അതിൽ കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടിയെടുത്താൽ മതിയാവുന്നതാണ്. ഇനി ഇതൊരു ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർക്കാവുന്നതാണ്. അതല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കാരണം നമ്മൾ പകരം ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലെഫ്റ്റ് ഓവർ റൈസ് കൊണ്ട് ഒരു ഫ്രൈഡ് റൈസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.